ഹായ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 5th യൂണിറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഫൊറിയർ ഇൻ്റഗ്രൽ എന്ന് പറയുന്ന സെക്ഷനായിരുന്നു പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്ന സെക്ഷനിലേക്കാണ് കിടക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം തന്നെ ടൈപ്സ് ഓഫ് ഫൊറിയർ ട്രാൻസ്ഫോമിനെ കുറിച്ച് പറയും. അതിനുശേഷം ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ജനറൽ ആയിട്ടുള്ള ഡെഫിനിഷനിലേക്ക് കിടക്കും. ഓക്കെ, ടൈപ്സ് ഓഫ് ഫൊറിയർ ട്രാൻസ്ഫോമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം പറയാനുള്ളത് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമും അതുപോലെ തന്നെ സൈൻ ട്രാൻസ്ഫോമാണ്. ഓക്കെ, ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമും അതുപോലെ തന്നെ സൈൻ ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ വരുന്നത് എഫ് ഓഫ് എക്സ് എന്നതാണ് നമ്മുടെ ഫംഗ്ഷൻ, ഗിവൺ ഫംഗ്ഷൻ എങ്കിൽ, അതായത് ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അതിൻ്റെ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമിനെ നമ്മൾ എഫ് സി ഓഫ് എഫ് എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇവിടെയുള്ള എഫ് എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, എഫ് സി ഓഫ് എഫിൻ്റെ ഡെഫിനിഷൻ വരുന്നത് √π/2 × എ ഓഫ് ഡബ്ല്യു ആണ്. ഇവിടെയുള്ള എ ഓഫ് ഡബ്ല്യു എന്ന് പറയുന്നത് നമ്മുടെ കൊസൈൻ ഇൻ്റഗ്രലിലുള്ള എ ഓഫ് ഡബ്ല്യു ആണ്. അതായത് എ ഓഫ് ഡബ്ല്യു = 2/π (0 to ∞) എഫ് ഓഫ് എക്സ് കോസ് ഡബ്ല്യു എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ഡെഫിനേഷനാണ് വരിക. ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമിനെ എഫ് സി ഓഫ് എഫ് എന്ന് ഡിനോട്ട് ചെയ്യുന്നതിന് പകരം എഫ് സി ക്യാപ്പ് ഓഫ് ഡബ്ല്യു എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, കാരണം ഈ ഒരു ഫംഗ്ഷൻ ഡബ്ല്യു എന്ന് പറയുന്ന വേരിയബിളിനെയാണ്, അല്ലെങ്കിൽ ഡബ്ല്യുവിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോമിനെ എഫ് സി ക്യാപ്പ് ഓഫ് ഡബ്ല്യു എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുക എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഡെഫിനേഷൻ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനേഷനാണ്. ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനേഷൻ വരിക എഫ് ഓഫ് എക്സ് ആണ് നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ എങ്കിൽ അതിൻ്റെ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമിനെ ക്യാപിറ്റൽ എഫ് എസ് ഓഫ് എഫ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. എഫ് സഫിക്സ് എസ് ഓഫ് ഓഫ് എഫ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു √π/2 × ബി ഓഫ് ഡബ്ല്യു. ഇതാണ് ഡെഫിനേഷൻ വരിക. ബി ഓഫ് ഡബ്ല്യു എന്ന് പറയുന്നത് സൈൻ ഇൻ്റഗ്രലിലുള്ള ബി ഓഫ് ഡബ്ല്യുവിൻ്റെ ഡെഫിനേഷനാണ്. അതായത് ബി ഓഫ് ഡബ്ല്യു = 2/π (0 to ∞) എഫ് ഓഫ് എക്സ് സൈൻ ഡബ്ല്യു എക്സ് ഡി എക്സ് എന്നാണ് നമ്മുടെ ഡെഫിനേഷൻ വരിക. നേരത്തെ കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ കൊസൈൻ ട്രാൻസ്ഫോമിനെ എഫ് സി ക്യാപ്പ് ഓഫ് ഡബ്ല്യു എന്ന് ഡിനോട്ട് ചെയ്തതുപോലെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ സൈൻ ട്രാൻസ്ഫോമിനെ എഫ് എസ് ഓഫ് ഡബ്ല്യു എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെയുള്ള എഫ് സ്മോൾ എഫ് ആണ്, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എഫ് ആണ്. അപ്പോൾ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ രണ്ട് ഡെഫിനേഷൻ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻസോട് കൂടി പഠിക്കേണ്ടതാണ്. കാരണം 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന പ്രോബ്ലംസ്, ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എ ഓഫ് ഡബ്ല്യുയും ബി ഓഫ് ഡബ്ല്യുയും നമ്മൾ കഴിഞ്ഞ പോർഷനിൽ കണ്ടതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒരു ഡെഫിനിഷനിലേക്കോ ഇല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലത്തിലേക്കോ കടക്കുന്നില്ല. നമ്മൾ നോക്കാൻ പോകുന്നത് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെയും അതുപോലെ തന്നെ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമിൻ്റെയും ചില ഓപ്പറേഷണൽ പ്രോപ്പർട്ടിയാണ്. അതായത് ഈ ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സിന് ഫൊറിയർ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, കൊസൈൻ ട്രാൻസ്ഫോമും സൈൻ ട്രാൻസ്ഫോമും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലുള്ള റിസൾട്ടാണ് നമ്മൾ ഓപ്പറേഷണൽ ഫോർമുലയിൽ പഠിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ആണ്. ആ എഫ് ഡാഷിൻ്റെ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനേഷൻ ഡബ്ല്യു × എഫ് എസ് ഓഫ് എഫ് മൈനസ് √2/π എഫ് ഓഫ് 0 എന്നാണ് വരിക. ഓക്കെ, ശ്രദ്ധിക്കുക, എഫ് സി ഓഫ് എഫ് ഡാഷ് = ഡബ്ല്യു × എഫ് എസ് ഓഫ് എഫ് മൈനസ് √2/π എഫ് ഓഫ് 0. ഇവിടെ എഫ് എസ് ഓഫ് എഫ് എന്ന് പറയുന്നത് നമ്മുടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ, അതായത് നമ്മൾ ഏതിൻ്റെ ഡെറിവേറ്റീവ് ആണോ എടുത്തിരിക്കുന്നത് ആ ഫംഗ്ഷൻ്റെ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എഫ് ഓഫ് 0 എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ്റെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ എക്സ് = 0 എന്നുള്ള വാല്യൂവിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എഫ് എസ് ഓഫ് എഫ് ഡാഷ് ഡെറിവേറ്റീവിൻ്റെ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് മൈനസ് ഡബ്ല്യു എഫ് സി ഓഫ് എഫ് എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവിന് സൈൻ ട്രാൻസ്ഫോമും അതുപോലെ തന്നെ കൊസൈൻ ട്രാൻസ്ഫോമും അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതെന്തായി മാറുന്നുണ്ട്, അത് ഇൻ ടേംസ് ഓഫ് കൊസൈൻ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ ടേംസ് ഓഫ് സൈൻ ട്രാൻസ്ഫോം, അതുപോലെ തന്നെ സൈൻ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ ഇൻ ടേംസ് ഓഫ് കൊസൈൻ ട്രാൻസ്ഫോമായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിനാണ് നമ്മൾ ഈ പറയുന്ന ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എഫ് സി ഓഫ് എഫ് ഡബ്ല്യു ഡാഷ് -w² എഫ് സി ഓഫ് എഫ് മൈനസ് √2/π എഫ് ഡാഷ് ഓഫ് 0 എന്നാണ്. അപ്പോൾ ഇവിടെ ഓപ്പറേഷനിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല സെക്കൻഡ് ഡെറിവേറ്റീവിൽ, പക്ഷേ ഫസ്റ്റ് ഡെറിവേറ്റീവിൽ ഓപ്പറേഷനിൽ മാറ്റം സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ സൈൻ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് -w² എഫ് എസ് ഓഫ് എഫ് പ്ലസ് √2/π എഫ് ഓഫ് 0 എന്നാണ് വരിക. ഓക്കെ, ഇവിടെ രണ്ട് ഫംഗ്ഷൻ്റെയും രണ്ട് കേസസും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഫ് ഡാഷ് ഓഫ് 0 ആണ് കാണുന്നതെങ്കിൽ ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത്, എഫ് ഓഫ് 0 ആണ് കാണുന്നത്. ബാക്കിയൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷേ എഫ് ഡാഷ് ഓഫ് 0യും എഫ് ഓഫ് 0യും മാറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും സൈനും മാറാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഈ പറയുന്ന പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 പ്രോബ്ലംസാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഇവിടെ നോക്കിയാൽ മതിയാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഓഫ് ഡബ്ല്യൂയും എ ഓഫ് ഡബ്ല്യൂയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പഠിച്ചതാണ്. സോ അതിനെ ഒരു റൂട്ട് പൈ ബൈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു പ്രോബ്ലം മാത്രമേ നമുക്ക് ഇവിടെ വരുന്നുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്തരത്തിലുള്ള പ്രോബ്ലംസിൻ്റെ എല്ലാം സൊല്യൂഷൻ പെട്ടെന്ന് കിട്ടും. ഓക്കെ, സോ നമ്മൾ ഇതുമായി ഈ പറയുന്ന ഓപ്പറേഷണൽ പ്രോപ്പർട്ടിയായി റിലേറ്റ് ചെയ്യുന്ന 2 പ്രോബ്ലത്തിലേക്ക് കടക്കുന്നു. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ പ്രോബ്ലം ഇതാണ്. അപ്ലിക്കേഷൻ ഓഫ് ഓപ്പറേഷണൽ ഫോർമുലയിലെ ഒന്നാമത്തെ പ്രോബ്ലം, ഫൈൻഡ് ദി ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എക്സ്. ഇ റേസ് ടു മൈനസ് എ എക്സിൻ്റെ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ജനറലായിട്ടുള്ള ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിൽ കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷേ നമ്മളിവിടെ ഓപ്പറേഷണൽ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് എഫ് സി ഓഫ് ഇ റേസ് ടു മൈനസ് എ എക്സ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഓപ്പറേഷണൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ഓപ്പറേഷണൽ പ്രോപ്പർട്ടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെയാണ് നമുക്ക് ഫൊറിയർ ട്രാൻസ്ഫോം ഓപ്പറേഷൻ മാറാതെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഒരേ ഓപ്പറേഷനോട് കൂടിയുള്ള ഫോർമുലയായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ഫോർമുലയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇ റേസ് മൈനസ് എ എക്സ് ആയിട്ട് എടുക്കും. അതായത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ അതുപോലെ തന്നെ എടുത്തു. നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സും എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സും കണ്ടുപിടിക്കുന്നു. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ എക്സ്, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നോക്ക്, വി ഹാവ് എഫ് സി ഓഫ് എഫ് ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു സ്ക്വയർ എഫ് സി ഓഫ് എഫ് മൈനസ് റൂട്ട് 2/π എഫ് ഡാഷ് ഓഫ് 0. നമുക്കറിയാവുന്ന ഫോർമുലയാണ് എഫ് സി ഓഫ് എഫ് ഡബിൾ ഡാഷ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് കൊസൈൻ ട്രാൻസ്ഫോം ആണ്. സോ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ ആ ഒരു ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നു. അത് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ ഇക്വേഷൻ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഇക്വേഷനിൽ എഫ് സി അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതായത് അതിൻ്റെ 2 സൈഡിലും നമ്മൾ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എഫ് സി ഓഫ് എഫ് ഡബിൾ ഡാഷിന് പകരം അല്ലേ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അതാണ് വരിക, എഫ് ഡബിൾ ഡാഷിൻ്റെ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ആണ് എഴുതേണ്ടത്. അത് ഫോർമുല പ്രകാരമുള്ള ആ ഡെഫിനിഷൻ നമ്മൾ അവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റീപ്ലേസ് ചെയ്യുക. എഫ് സി ഓഫ് എഫ് ഡബിൾ ഡാഷിന് പകരം റീപ്ലേസ് ചെയ്യുക. റൈറ്റ് ഹാൻഡ് സൈഡിൽ എ സ്ക്വയറിൻ്റെ എഫ് ഓഫ് എക്സിൻ്റെ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം അതെന്താ വരിക, നമ്മൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഈ എ സ്ക്വയറിനെ നമുക്ക് എന്ത് ചെയ്യാം, എഫ് സിക്ക് ഔട്ട് സൈഡ് എടുക്കാം. സോ എ സ്ക്വയറിൻ്റെ എഫ് സി ഓഫ് എഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഫോർമുല ഡിഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലേ. ഈ എഫ് സി ഓഫ് എഫ് കോമൺ ആയിട്ടുള്ള ടേംസിനൊക്കെ നമ്മൾ ഒരുമിച്ച് എടുത്തിട്ട് അതിൽ നിന്ന് ഡബ്ല്യു സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമുക്ക് കിട്ടും. സോ ഡബ്ല്യു സ്ക്വയർ പ്ലസ് എ സ്ക്വയറിൻ്റെ എഫ് സി ഓഫ് എഫ് ഈസ് ഈക്വൽ ടു ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ റൂട്ട് 2/π ഇൻറ്റു എ എന്ന് പറഞ്ഞിട്ട് അതിനെ എഴുതാൻ വേണ്ടി സാധിക്കും. അതിൽ നിന്ന് എഫ് സി ഓഫ് എഫ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുന്നു, ഡബ്ല്യു സ്ക്വയർ പ്ലസ് എ സ്ക്വയറിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എഫ് സി ഓഫ് എഫ് ഈസ് ഈക്വൽ ടു റൂട്ട് 2/π ഇൻറ്റു എ ബൈ ഡബ്ല്യു സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഇ റേസ് ടു മൈനസ് എ എക്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഓപ്പറേഷണൽ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഇ റേസ് ടു മൈനസ് എ എക്സിൻ്റെ കൊസൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ വേണ്ടി സാധിച്ചു. ഇനിയിപ്പോൾ സൈൻ ട്രാൻസ്ഫോം ഇതേ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഓപ്പറേഷണൽ പ്രോപ്പർട്ടി സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ഓപ്പറേഷണൽ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രോബ്ലമാണ്. അതിൻ്റെ അകത്ത് നമ്മളോട് ചോദിക്കുന്നത് ഫൈൻഡ് എഫ് എസ് ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 എന്നാണ്. ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. ഏതിന്, എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2ൻ്റെ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് നേരത്തെ ചെയ്തിരിക്കുന്നതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേ ആണ്. എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2നെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് മൈനസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 എന്നാണ്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ പറയുന്ന ഫോർമുല, അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് ഇ റേഷ്യോ മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് പറയുന്ന ഫോർമുലയിൽ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും അപ്ലൈ ചെയ്യുക, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് അപ്ലൈ ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുമ്പോൾ ഓപ്പറേഷണൽ പ്രോപ്പർട്ടി പ്രകാരം ഡാഷിൻ്റെ എഫ് എസ് എന്ന് പറയുന്നത് മൈനസ് ഡബ്ല്യു ഇൻറ്റു എഫ് സി ഓഫ് എഫ് എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ മൈനസ് എക്സ് ഇ റേഷ്യോ മൈനസ് എക്സ് സ്ക്വയർ ബൈ 2ൻ്റെ എഫ് എസ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് മൈനസ് എഫ് എസ് ഇൻറ്റു എക്സ് ഇ റേഷ്യോ മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 എന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് എഫ് എസ് ഓഫ് എക്സ് ഇ റേഷ്യോ മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. എന്താ കിട്ടുക? മൈനസ് ഡബ്ല്യു ഇൻറ്റു ഇ റേഷ്യോ മൈനസ് ഡബ്ല്യു സ്ക്വയർ ബൈ 2. ഇവിടുന്ന് ഈ ഇ റേഷ്യോ മൈനസ് ഡബ്ല്യു സ്ക്വയർ ബൈ 2 കിട്ടുന്നത് നോക്ക്, നമ്മൾ ഓൾറെഡി എഫ് ഓഫ് എക്സ് ഇ റേഷ്യോ മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് എടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഇ റേഷ്യോ മൈനസ് ഡബ്ല്യു സ്ക്വയർ ബൈ 2 എന്നാണ്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ റീപ്ലേസ് ചെയ്യുന്നത്, എഫ് സി ഓഫ് എഫിന് പകരം റീപ്ലേസ് ചെയ്യുന്നത്. സോ അതിൽ നിന്ന് എഫ് എസ് ഓഫ് എക്സ് ഇ റേഷ്യോ മൈനസ് എക്സ് സ്ക്വയർ ബൈ 2ൻ്റെ ഫോർമുല മൈനസ് സൈൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഡബ്ല്യു ഇൻറ്റു ഇ റേഷ്യോ മൈനസ് ഡബ്ല്യു സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. കുറച്ച് ഇമ്പോർട്ടൻ്റോട് കൂടി നിങ്ങൾ നോക്കണം. ഇതുപോലെ തന്നെ കഴിഞ്ഞ പ്രോബ്ലവും നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ നോക്കണം. ചോദിക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലുള്ള ഒരു പ്രോബ്ലംസാണ്. ഓക്കെ.